ഇത് നമ്മൾ ആ ഒരു ഫേസിൽ വെച്ച് പിമ്പിൾസ് ഒക്കെ കളഞ്ഞത് കണ്ടില്ല. ഇനി നമുക്ക് ഈ ഒരു പോസ്റ്ററിലെ ലോഗോസും അതുപോലെ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് ഇമേജ് വെച്ചിട്ട് ബാക്കി അതിലുള്ള ടൈപ്സും ലോഗോസും അതായത് ലൊക്കേഷനും ഫോൺ നമ്പറൊക്കെ ഇത് വെച്ചിട്ട് ഹീൽ ചെയ്ത് കളയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഞാൻ സ്പോട്ട് ബ്രഷ് ടൂൾ എടുത്തിട്ട് ഈ ഒരു ലോഗോൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഭാഗം ക്ലിയർ ആയിട്ട് ഹീൽ ചെയ്ത് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഈ ഒരു ക്യാപ്ഷനിലും ഇതേപോലെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇമേജ് മാത്രമായിട്ടുള്ള പോസ്റ്റർ എടുക്കാൻ പറ്റും. അതായത് ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് എടുക്കാൻ പറ്റും. അതിൻ്റെ ലോഗോസും അതേപോലെ ടൈപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് ഇതുപോലെ എടുക്കാൻ പറ്റും. ഇനി അടുത്തായിട്ടുള്ളത് ഹീലിംഗ് ബ്രഷ് ടൂളാണ്. സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളിൻ്റെ താഴെയായിട്ടാണ് ഹീലിംഗ് ബ്രഷ് ടൂൾ വരുന്നുള്ളത്. അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യം ഉള്ളത് ആ ഒരു ബ്രഷിൻ്റെ സൈസും ഹാർഡ്നെസ്സും കാര്യങ്ങളൊക്കെയാണ്. സൈസ് ഹാർഡ്നെസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തായിട്ട് മോഡാണ്. മോഡ് നോർമൽ തന്നെ കൊടുക്കുക. അതിനുശേഷം സോഴ്സ് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അതായത് സാമ്പിൾഡ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ സാമ്പിൾഡ് ആണ് ഇപ്പോൾ എടുക്കുന്നുള്ളത്. എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അതായത് ആൾട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇമേജ് സെലക്ട് ആവുള്ളൂ എന്നുള്ളത്. അതിനായിട്ട് ഞാൻ നമ്മളെ കീബോർഡിൽ ആൾട്ട് പ്രസ് ചെയ്യുന്നുണ്ട്. ആൾട്ട് പ്രസ് ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ആൾട്ട് പ്രസ് ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതേ സമയം തന്നെ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എന്താണെന്ന്. അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് കോപ്പിയാക്കി പ്രസ് ചെയ്തെടുത്ത സംഭവം അതേ പേജിൽ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ബ്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ കോപ്പി ചെയ്ത് ബ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ഹീലിംഗ് ബ്രഷ് ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആൾട്ട് പിടിച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ ബ്രഷ് ചെയ്യുമ്പോൾ ക്ലിക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്താൽ മതി. ഇതേപോലെ നിങ്ങൾക്ക് കോപ്പി ആക്കി എടുക്കാൻ പറ്റും. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ എടുത്തിട്ട് മായ്ക്കാൻ പറ്റും. ആ ഒരു ഭാഗം ഹീൽ ചെയ്ത് കളയാനും പറ്റും. ഇങ്ങനെ കോപ്പി ആക്കാനും അതേപോലെ ചെയ്ത് കളയാനും വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളും ഹീലിംഗ് ബ്രഷ് ടൂൾ എന്ന് പറയുന്നുള്ളത്. ഞാൻ ഈ ഒരു ഇമേജ് പഴയതുപോലെ തന്നെ ആക്കുന്നുണ്ട്. ഇനി അതിൽ തന്നെ ഹീലിംഗ് ബ്രഷ് ടൂൾ തന്നെ രണ്ടാമത് വരുന്നത് പാറ്റേൺ എന്ന് പറഞ്ഞുള്ള ഓപ്ഷനാണ്. പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് പാറ്റേൺ കാണാൻ പറ്റും. കുറച്ച് പ്രീസെറ്റ് ആയിട്ട് ഇവിടെ പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ പാറ്റേൺ ക്ലിക്ക് ചെയ്ത് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ പാറ്റേൺ ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. ആ ഒരു പേജിലായിട്ട് പാറ്റേൺ ആയിരിക്കും വരുന്നുണ്ടാവുക. ആ ഒരു കളറിനനുസരിച്ചായിരിക്കും പാറ്റേൺ വരുന്നുള്ളത്. ഇതുപോലെ പാറ്റേൺ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാറ്റേണും കൂടി ഇതിൽ ഹീൽ ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ഇനി സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ ചെയ്ത പോലെ പിമ്പിൾസ് ഒക്കെ ഹീലിംഗ് ബ്രഷ് ടൂൾ വെച്ചിട്ടും കളയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ ഒരു ഇമേജ് ഇവിടെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ എടുത്ത അതേ ഫോട്ടോ തന്നെ ഇതിലും കൊണ്ടുവരുന്നുണ്ട്. ഞാനിവിടെ പാറ്റേൺ മാറ്റി സാമ്പിളാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു ഇമേജിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓൾട്ട് പിടിക്കുന്നത് പറയുന്നത്. അതേപോലെ ഓൾട്ട് പിടിച്ച് ഈ ഒരു ഭാഗത്ത്, അതായത് ഞാൻ ഈ ഒരു പിമ്പിളാണ് ഒഴിവാക്കുന്നത്, അതായത് ഹീൽ ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ ഇതാണ് കളയേണ്ടത് എന്നെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് അതിന് സെയിം ആ ഒരു ഭാഗത്തേക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തേക്ക് ഞാൻ ഓൾട്ട് ചെയ്ത് കോപ്പി ആക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തുള്ളത്
അതിൻ്റെ ആ ഒരു പിമ്പിളുള്ള ഭാഗത്തേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പിമ്പിള് അവിടുന്ന് ഹീൽ ചെയ്ത് പോയിട്ടുണ്ട്. അതായത് ഹീൽ ചെയ്ത് സ്പോട്ട് ഹീലിംഗ് ചെയ്ത പോലെ ഹീൽ ചെയ്ത് കളഞ്ഞതല്ല, അതിൻ്റെ പിന്നൊരു ഭാഗം എടുത്ത് ആ ഒരു ഭാഗത്തേക്കായിട്ട് വെച്ചതാണ്. അതേപോലെ തന്നെ ഇതും കൂടി കളയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ഇപ്പുറത്തുനിന്ന് ഞാൻ ഓൾഡ് പിടിച്ച് പ്രസ് ചെയ്ത് കോപ്പി ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെയും പിമ്പിൾസ് കളയാൻ പറ്റും. അതായത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ വെച്ചിട്ടും ഹീലിംഗ് ബ്രഷ് ടൂൾ വെച്ചിട്ടും നിങ്ങൾക്ക് പിമ്പിൾസ് ഒക്കെ കളയാൻ പറ്റുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളും ഹീലിംഗ് ബ്രഷ് ടൂളും എന്നുള്ളത്.